നേപ്പാളിൽ ജൻ സി പ്രക്ഷോഭം സർവകക്ഷി യോഗം വിളിച്ച് പ്രധാനമന്ത്രി വൈകിട്ട് 6-ന് സർവകക്ഷി യോഗത്തിൽ മുഴുവൻ കക്ഷികളും പങ്കെടുക്കണമെന്ന അപേക്ഷയുമായി പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി. നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റിന്റെ വസതിക്ക് തീയിട്ട് പ്രക്ഷോഭകർ 2 മന്ത്രിമാർ കൂടി രാജിവെച്ചു. മലയാളി വിനോദസഞ്ചാരികൾ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇപ്പോൾ നേപ്പാളിലെ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളാണോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അതോടൊപ്പം തന്നെ മലയാളി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. രണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. രോഹിണി, പ്രധാനമന്ത്രിയുടെ രാജി, കെ.പി. ശർമ്മലിയുടെ രാജി മാത്രമാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ആ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് ജൻസി പ്രക്ഷോഭം, അല്ലെങ്കിൽ ആ പ്രക്ഷോഭകർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലത്തെക്കാളിലും അവസ്ഥ ഇപ്പോൾ നേപ്പാളിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 8 പ്രമുഖരുടെ വീടുകൾക്ക് തീയിട്ടു. ഇതിൽ മുഖ്യമന്ത്രി കെ.പി. ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതിയും ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ മറ്റ് 8 മന്ത്രിമാരുടെ വീടുകൾക്ക്, സ്വകാര്യ വസതികൾക്കാണ് തീയിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് ഈ പ്രക്ഷോഭകർ തീയിടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചായിരുന്നു വലിയ പ്രക്ഷോഭമെങ്കിൽ ഇന്നിപ്പോൾ നേപ്പാളിലെ മുഴുവൻ മേഖലകളിലേക്കും ഈ പ്രക്ഷോഭം ഇപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം വരെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി 26 സമൂഹ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്ന നിരോധനം പൂർണ്ണമായും പിൻവലിക്കുകയും ഈ സമൂഹ മാധ്യമങ്ങളുടെ അവരുടെ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെ ഇന്നലെ ഈ ജൻസിക്ക് എതിരെ നടന്ന പ്രക്ഷോഭത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വൈറലായി തുടങ്ങി. അതായത് ജൻസിയെ ഈ പട്ടാളം ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അത് കൂടുതൽ ഈ പ്രക്ഷോഭകരിൽ അത് പ്രകോപനമുണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നേപ്പാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. 2 പാർട്ടി ഓഫീസുകളും തീയിടുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെയും പ്രമുഖരുടെയും ഒക്കെ തന്നെ വീടുകൾ അഗ്നിക്കിരയാക്കുന്നു. ഇങ്ങനെ ഈ ഒരു പ്രക്ഷോഭം അത് വലിയ ഒരു അക്രമത്തിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് ബംഗ്ലാദേശിന് സമാനമായ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സർവകക്ഷി യോഗം വിളിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി തീരുമാനിച്ചത്. ഇന്നിപ്പോൾ വൈകുന്നേരം നടക്കുന്ന ഈ ഒരു യോഗത്തിൽ മുഴുവൻ കക്ഷികളും പങ്കെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ പ്രധാനമന്ത്രി രാജിവെച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഏതായാലും വലിയ പ്രക്ഷോഭങ്ങൾ അത് കലാപങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും വഴിമാറുന്ന ഒരു പശ്ചാത്തലത്തിൽ ഭാരതത്തിലടക്കം വലിയ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലടക്കം അതിർത്തി മേഖലകളിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മലയാളി വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഏകദേശം 40 അംഗങ്ങളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കോഴിക്കോട് കൊടുവള്ളി ഭാഗത്തു നിന്നും പോയ 40 പേരടങ്ങുന്ന സംഘമാണ് കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിക്കിടക്കുന്നത്. ഇവരിപ്പോൾ സുരക്ഷിതരാണ്. ഇവർ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലായിരുന്നു. അതേസമയം ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഈ കലാപകാരികൾ, അക്രമികൾ അവർ റോഡിൽ ഈ ടയറും മറ്റും കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇവർ ഒരു പ്രത്യേക മേഖലയിൽ, ഗോശാല എന്ന് പറയുന്ന ഒരു മേഖലയിൽ അവരിപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഭാരതീയരും അവരെ കൃത്യമായി തന്നെ അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നു. ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് തിരിച്ചു മടങ്ങി വരുവാനുള്ള സംവിധാനങ്ങൾ ഉടനടി ഒരുക്കുമെന്ന് ഭാരതത്തിൻ്റെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഭയപ്പെടേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരെല്ലാം തന്നെ സുരക്ഷിതരാണ്. അവർ ഈ ഒരു അക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ അല്പം ശമിക്കുന്ന പക്ഷം അവരെ ഭാരതത്തിലേക്ക് തിരിച്ച് സുരക്ഷിതരായി മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പങ്കുവെക്കുന്നത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.